ഇന്ന് രാജ്യത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധയെല്ലാം ജാർഖണ്ഡിലേക്കാണ്. നിർണായകമായ മണിക്കൂറുകളാണ് കടന്നുപോകുന്ന. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് ഇഡിയുടെ മുമ്പിൽ ഹാജരാകും. അതിനെ തുടർന്ന് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ ശക്തമായി തന്നെ പല രീതിയിൽ വരുന്നു. അതായത് ദേശീയ മാധ്യമങ്ങളടക്കം കൃത്യമായി തന്നെ പറയുന്നു അറസ്റ്റ് ഉണ്ടാകുമെന്ന്. കാരണം ജനുവരി 20 ഇഡി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യുന്നു. അതിന് തൊട്ട് പിന്നാലെ 29-നും നോട്ടീസ് കൊടുത്തിരുന്നു. അതിന് പക്ഷേ ഹേമന്ത് സോറൻ ഹാജരായില്ല. ഇന്നലെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു, ഹാജരായില്ല. ഇതിനിടയിൽ ഹേമന്ത് സോറൻ ഒളിവിൽ പോവുകയും ഇഡി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നിതാ ഹേമന്ത് സോറൻ ഇപ്പോൾ ഇഡിക്ക് മുമ്പിൽ ഹാജരാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഒപ്പം തന്നെ തൻ്റെ അണികൾക്കൊരു നിർദ്ദേശം ഹേമന്ത് സോറൻ നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതായത് വലിയൊരു പ്രക്ഷോഭത്തിന് ഒരുങ്ങാനാണ് ഈ ഹേമന്ത് സോറൻ അണികൾക്ക് ആഹ്വാനം നൽകിയിരുന്നത്. ഈ ഹേമന്ത് സോറൻ്റെ JMM എന്ന പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായി പുറത്ത് വാർത്തകൾ വരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കാനാണ് ഹേമന്ത് സോറന് താല്പര്യം. പക്ഷേ ഇതിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു കലാപവും നടക്കുന്നു. അങ്ങനെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം. കൂടുതൽ കേന്ദ്രസേനയെ ഇപ്പോൾ ജാർഖണ്ഡിലേക്ക് കേന്ദ്രം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇഡിയുടെ ഓഫീസിന് കനത്ത സുരക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ തന്നെ അറസ്റ്റിലേക്ക് പോകുന്ന സംസ്ഥാനമായി ജാർഖണ്ഡ് മാറിയേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.